Hi friends, JENY'S vlogിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അപ്പത്തിന്റെ റെസിപ്പിയാണ്. നമ്മൾ കള്ളപ്പം എന്നൊക്കെ പറയും. ഞങ്ങൾ ഇവിടെ വെള്ളയപ്പം എന്നാണ് പറയുന്നത്. കള്ളൊന്നും ഒഴിക്കാതെ എങ്ങനെ അപ്പം ഉണ്ടാക്കി എടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ എപ്പോഴും പറയുന്നതിനോട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാൻ മറക്കല്ല ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ അപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 5 മണിക്കൂർ 5.5 മണിക്കൂർ ഞാൻ വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് ഇപ്പോൾ കഴുകി വാരി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഇവിടെ ഞങ്ങൾ 2 പേരേ ഉള്ളത് കാരണമാണ് ഈ 1 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 കപ്പിൻ്റെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിനി ഇവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് നോക്കാം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തേങ്ങ എടുക്കുമ്പം അധികം മൂപ്പില്ലാത്ത ഒത്തിരി മൂത്ത് പോകാത്ത തേങ്ങയാണ് നമ്മൾ ഇച്ചിരി എളുപ്പമായിട്ടുള്ള തേങ്ങയാണ് നമ്മൾ ഈ അപ്പമൊക്കെ ഉണ്ടാക്കാനൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനത് തിരുമ്മി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും 1 കപ്പാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ മട്ട അരി നമ്മൾ ചോറ് വെച്ചിരിക്കുന്ന ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് ഒരു 2-3 ടേബിൾ സ്പൂൺ മാത്രമേ കാണത്തുള്ളൂ. ഒരു 3 ടേബിൾ സ്പൂൺ ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് എൻ്റെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് പൊങ്ങാൻ വേണ്ടി വെച്ചതാണ്. അത് ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഈ തേങ്ങ ഞാൻ തിരുമ്മാൻ എടുത്തിരിക്കുന്ന തേങ്ങയുടെ വെള്ളമാണ്. അത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമേ അതും കാണുകയുള്ളൂ. പിന്നെ നല്ല മധുരമൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിലാണ് നല്ലത്. പക്ഷേ ഇത് നോക്കിയിട്ട് എളുപ്പം തേങ്ങ ആയ കാരണം വലുതായിട്ട് മധുരമുള്ളതല്ല ഇത്. പിന്നെ ആവശ്യത്തിന് നമുക്ക് വെള്ളം വേണം. അരി അരച്ചെടുക്കാനുള്ള വെള്ളം കൂടെ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് ഈ അരി അരച്ചെടുക്കാം. അപ്പോൾ ഈ കഴുകി വെച്ചിരിക്കുന്ന അരി നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അരി കുറച്ചേ ഉള്ള കാരണം നമുക്ക് ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെ നമുക്കങ്ങ് അരച്ചെടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് ചോറ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂണോളം ചോറാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈസ്റ്റ് കൂടെ കലക്കി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതനുസരിച്ചുള്ള വെള്ളം മാത്രം നമുക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അധികം നമുക്ക് ലൂസായിട്ടല്ല നമ്മുടെ ബാറ്റർ ഇരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമുക്കൊന്ന് നോക്കാം ഇതൊന്ന് അരഞ്ഞു വന്നിട്ടുണ്ടോ എന്ന്. കുറച്ചുകൂടെ ഒന്ന് അരയാനുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുക്കാം. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചെറിയൊരു തരി ഇട്ട് വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ. ദോശമാവ് പോലെ നമുക്ക് നന്നായിട്ട് അരയണ്ട. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 8 മണിക്കൂർ ഇത് പൊങ്ങാൻ വേണ്ടി നമുക്ക് വെക്കാം. 8 മണിക്കൂറിലും വെക്കണം. ഇപ്പോൾ ചൂടുള്ള കാലാവസ്ഥയായതുകൊണ്ട് 8 മണിക്കൂറൊക്കെ നമുക്ക് മതി. അപ്പോൾ നന്നായിട്ട് അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റാണ് വെക്കുന്നത്. അപ്പോൾ നാളെ രാവിലെ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ച മാവ് ഇവിടെ നന്നായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഉപ്പ് ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. ആ അപ്പത്തിനൊരു ചെറിയ മധുരം കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ നമ്മളിത് കറിയൊന്നും അല്ല കൂട്ടി കഴിക്കുന്നെങ്കിൽ നമ്മളിടുന്ന പഞ്ചസാരയുടെ അളവ് ഒരു 2-3 ടേബിൾ സ്പൂൺ നമുക്ക് ഇതിനകത്തിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതോടൊപ്പം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ മാവ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പുളി ഒത്തിരി ഒന്നും ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ്
നമ്മൾ തലേദിവസം അരി അരച്ചപ്പോൾ ചേർത്ത് കൊടുത്ത ഈസ്റ്റ് നമുക്ക് ഈ സന്ദർഭത്തിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1 മണിക്കൂറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതിനിപ്പം പരുവത്തിനുള്ള പുളിയൊക്കെ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതൊരു തട്ട് വെച്ച് ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ കല്ലിൽ എണ്ണയൊക്കെ തൂത്തിട്ടാണ് അപ്പം ഉണ്ടാക്കുന്നത്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ കല്ല് അത്ര ക്ലിയർ അല്ല, കാരണം അത് ഉപയോഗിക്കാതിരുന്നിട്ട് അതിപ്പം ഒഴിച്ച് കഴിഞ്ഞ് ഇളകി വരാനൊക്കെ കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൽ തന്നെ ഞാൻ തയ്യാറാക്കുന്നത്. നമ്മുടെ അപ്പം കണ്ണൊക്കെ കുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഒരു സൈഡ് ആയിട്ടുണ്ട്. സാധാരണ വെള്ളയപ്പത്തിന് ഇങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. ഒരു 2 സെക്കൻഡ് ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 2-3 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി എടുക്കാം. അപ്പോൾ നമ്മുടെ അപ്പം ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ അപ്പമൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാൻ മുട്ടക്കറിയാണ് സെർവ് ചെയ്യാനെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ കൂടെ വരുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കല്ല, ഓൾ എന്ന ഓപ്ഷനും. അപ്പോൾ വേറൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബായ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ.